ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനോടാട്ട്. സംശയിക്കൊന്നും വേണ്ട, ഞാൻ തന്നെയാണ്, സോളമൻ തന്നെയാണ്. ഈ മാസ്ക് കാണുമ്പോൾ ഒരു പുലിക്കളിയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട്. പിന്നെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ചാത്തൻകോൾ എന്ന് പറയും. ഞാൻ നാളെ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടുത്തെ അടാട്ട് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കൃഷി നടത്തുന്ന ഒരു പടവാണ് ചാത്തൻകോൾ. അത് വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന പേരാണ് ഈ ചാത്തൻകോൾ എന്ന്. പിന്നാളെ ഇതുപോലെ ഒരാളോട് ചോദിച്ചു, എന്താണ് ആ പേര് വരാൻ കാരണം എന്ന് ചോദിച്ചു. ഈ ചാത്തൻ്റെ കോള് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചാത്തന്മാരെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചാത്തൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ചാത്തന്മാരെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പണ്ട് ഏതോ ഒരു ഈ ചാത്തൻ, നമ്മളിപ്പോൾ ഈ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങളുടെ അവിടേക്കാണ് ഈ കഥാപാത്രങ്ങൾ കിടക്കണേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ. അല്ല, ഇപ്പോൾ എന്ത് ഉന്തുമ്പോൾ തള്ളുമ്പോൾ പറയില്ലേ, മൃഗം നീലി എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഞങ്ങളുടെ അവിടെ നിന്ന് വന്നിട്ടില്ല. പടാട്ടിൽ നിന്നാണ് ഈ വക കാര്യങ്ങളൊക്കെ പുറം ലോകം പറയണത്. എന്നിട്ട് പിന്നെ അവർ പറയും അവരത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചാത്തൻകോളിലാണ് ഞാൻ നിൽക്കണത്. ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത്, നമ്മുടെ ഒരു ബൈക്ക് ഉണ്ട്, മൈ ബൈക്ക്. ഡക്കാത്തലോന്ന് മേടിച്ചാണ്. 7,000-8,000 രൂപ വില വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം സമ്പത്താണ്, ആരോഗ്യം ദൈവമാണെന്ന് പറയും. ഞാൻ എൻ്റെ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ള പോലെ ആരോഗ്യം സമ്പത്താണ്, ധനം സമ്പത്താണ്, അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം സമ്പത്താണ്. ഇതുപോലെ എല്ലാം സമ്പത്ത് തന്നെയാണ്. ആരോഗ്യം ഇല്ലാണ്ടായി കഴിഞ്ഞില്ലേ. ഞാനിപ്പോൾ വീണ്ടും പറയണില്ല. നിങ്ങൾക്കറിയാമല്ലോ, ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസ്സിൽ പലരും പറയണ പോലെ നമുക്ക് ജീവിക്കാം, ഉള്ളതുപോലെ ജീവിക്കാം, ഇങ്ങനെയാണെങ്കിൽ ജീവിക്കാം, എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക്. എനിക്കും ഉണ്ടാവും സ്വാതന്ത്ര്യം. വീട്ടിലാരുമില്ല, പെണ്ണില്ല, പിടക്കോഴിയില്ല, കുട്ടിക്ക് മുല കൊടുക്കേണ്ട കാര്യമില്ല. അത് പറയുമ്പോൾ വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഉള്ളതൊക്കെ നല്ലത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ അനിയത്തി പ്രാവിലത്തെ പോലെ ഒരു കൂട്ടുകുടുംബം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇങ്ങനെ എൻ്റെ വീടിങ്ങനെ എന്തെന്ന് പറയുക, 4 കെട്ടുള്ള ഒരു വീടിന് അതിൽ കുറേ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കണ്ണീന്ന വെള്ളം വരും. അനിയത്തി പ്രാവിനും ആ പടം കണ്ടിട്ടില്ലേ നിങ്ങൾ? എത്ര പാട്ടാന്നറിയോ? എന്നിട്ട് ലാസ്റ്റിലാ പറയുന്ന രംഗാണ്. വീണ്ടും വിഷയം മാറി. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത്, ഇവിടെ ഒരു താമരക്കുളമുണ്ട്, താമരച്ചാലെന്ന് പറയാം. കാണണ്ട എൻ്റെ ബാക്കിൽ താമരച്ചാലെന്ന് പറയും. ഇവിടെ ഇഷ്ടപ്രകാരം താമരയുണ്ട്, വിത്തുണ്ട്. ഈ താമരകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേറിലുണ്ടാവുള്ളൂ. എന്നെ പോലെ എന്ന് പറയുമ്പോൾ ഈ വലിയ മഹാന്മാരൊക്കെ അത്രയ്ക്കും ബുദ്ധി മുട്ടിയിട്ടാണ് വന്നിട്ടുണ്ടാവുന്നത്. ഞാൻ ഇപ്പം എന്നെ പറഞ്ഞ് പുകഴ്ത്തണില്ല. ഞാൻ ഇപ്പോൾ അതുപോലെ വലിയൊരു യൂട്യൂബറാവും, അമേരിക്ക പോവും, ഇറ്റലിയെ പോവും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഇങ്ങോട്ട് ഒന്നും പോയില്ലെങ്കിലും നമുക്ക് ഈ ചാത്തൻകോൾ വരെ വരണോണ്ട് വിരോധമില്ലല്ലോ. നമ്മുടെ ഗ്രാമ ഭംഗി ഒരിടത്തിൽ പോയാലും കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ഭംഗി നമ്മളെവിടെ പോയാലും കിട്ടില്ല. അപ്പോൾ ഞാൻ പറയണ പോലെ അത് വേറൊരു സ്ഥലത്ത് നമുക്കത് പറ്റില്ല. അപ്പോൾ ഗൾഫിൽ വരെ ഇപ്പം നമ്മുടെ ഓണങ്ങളൊക്കെ അവരവിടെ ക്രിയേറ്റ് ചെയ്യണ ചെയ്യാം. ആനേനെ കൊണ്ടുവന്ന് ആളുകളൊക്കെ വന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ആകുമ്പോൾ ക്രിയേറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചാത്തൻകോളിലെത്തി, അല്ലെങ്കിൽ അയിനിക്കാടെത്തി, കുറൂറ് പാരെത്തി എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളും അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ താമര കാണുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വിചാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓടിപ്പോയി കഴിഞ്ഞാൽ പറിക്കാമെന്ന് ചോദിക്കുക. അത് പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ താമര നമുക്ക് ഒരിക്കലും ഓടിപ്പോയി കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റില്ല, പറിക്കാൻ പറ്റില്ല. നല്ല താഴ്ചയിലാണ് നിൽക്കണ്ടാവുക. ഇവിടെ പല പിള്ളേർ ഇതുപോലെ തന്നെ താമര പറിക്കാൻ വന്നിട്ട് മുങ്ങിത്താണ് സംഭവങ്ങളുണ്ട്. വേറെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ ഈ താമര ഞാൻ ഇവിടെ കാണിക്കുമ്പോൾ അത് പറിക്കാൻ ഓടി വരരുത്.
ഇത് പറിക്കാൻ ഓടി വന്നിട്ട് ചിലപ്പോൾ നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് ആ മുട്ടോ കിട്ടാൻ വേണ്ടി വരലും താഴത്തേക്ക് വീട്ടിൽ ഒരുമിച്ച് പോകും. അപ്പോൾ ഇനി ഇത് ഇട്ടതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണത് എന്ത് സാധനം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ നമുക്ക് പറ്റില്ല. ഓടിച്ചെന്നിട്ടൊരു താമരയുടെ മുട്ട് പറിച്ചു ഒരു അപ്പോൾ കെട്ടിമറിഞ്ഞ് വീഴാൻ നിൽക്കരുത്. ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളോ വരുന്നവർ. ഉടലക്കാവ് വഴിക്കിണ്ട് ഇറങ്ങി വരാം, അവർ ചിറ്റിലപ്പള്ളി വഴിക്ക് വരാം. ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടില്ല, കാണാൻ വന്നാൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഒരു സൈഡിൽ നിന്നൊക്കെ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ബൈക്കാണ് കേട്ടോ, മൈ ബൈക്കാണ്. ഡക്കാത്തലോണെന്ന് മേടിക്കാൻ കിട്ടും. ഞാൻ ഇപ്പം എൻ്റെ ഒരു വിധം ഉപകരണങ്ങളൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് മേടിക്കുക. സൈഡിൽ ചാല് താത്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്കിപ്പോൾ ഇന്നലെ കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടിയാനെ. കാരണം ഇതിപ്പോൾ കോൾപ്പടവൻ്റെ കാര്യമാണ്, നമ്മൾ പറഞ്ഞിട്ട് വെറുതെ സംഭവമായിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ. ഇപ്പം ഈ നിൽക്കണത് താമരയുടെ പൂവാണ്, കണ്ടില്ലേ? ഇവിടെ മുട്ടായിട്ട് നിൽക്കണില്ലേ? അപ്പം അത് നമ്മളങ്ങനെ പൊട്ടിക്കാൻ പാടില്ല, പറിക്കാൻ. കാരണം അത് ആയി വരണം. സംഗതി ഇവിടെ നിന്നൊക്കെ പലരും പറിച്ചു കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നുണ്ട്. ഇപ്പം ആരുടെയും നമ്മൾ പറയില്ലേ, വെറുതെ തമാശ പറഞ്ഞ പോലെ ഇതാരുടെയും അപ്പൻ്റെ വകയല്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷെ പടവിന് ചില രീതികളൊക്കെ ഉണ്ടാവും, അവരുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ നിലനിർത്തുന്നുണ്ടോ മറ്റുള്ളതുണ്ടോ നമുക്കറിയേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു പൂ പൊട്ടിക്കാൻ മറ്റേ മമ്മൂട്ടി പറഞ്ഞ പോലെ ഞാൻ പറയണ്ടല്ലോ, അത് ലാഗാവണമെന്നില്ലോ. ഇതാണ് ആ താമരയുടെ ചാല്. ഇന്നലെ വരേണ്ടതായിരുന്നു. എന്തായാലും നമുക്കുള്ളത് കൊണ്ടുപോവാം. ഇതൊക്കെ താമരയുടെ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മഞ്ഞ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീരൊഴിച്ചൊക്കെ ഉണ്ട്. പിന്നെ സൈഡിലൊക്കെ ചവിട്ടുമ്പോൾ കറക്റ്റായിട്ട് നോക്കി ചവിട്ടിയില്ലെങ്കിൽ കെട്ടിമറിഞ്ഞ് വീഴും. ഇതിപ്പോൾ ഒന്ന് സൂം ചെയ്തതാണ്. ഇപ്പോൾ ഒരു സൈഡിൽ താത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പലരും ചൂണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഹിന്ദിക്കാരാണ് ഇവിടെ പണിക്ക് വരുന്നത്. ഞാൻ ഇന്നാളെ അവർ കൊയ്ത്ത് പാട്ട് കേട്ടു. മേ തുംസെ പ്യാർ കർത്തേ ഹോ, മേ തുംസെ പ്യാർ കർത്തേ ഹോ, ചോളി കെ അന്തർ ക്യാ ഹേ, ചോളി കെ പീച്ചെ ക്യാ ഹേ ഓ എന്നൊരു ഞാറ്റുപാട്ടാണ് ഞാൻ കേട്ടത്. നമ്മുടെ വയസ്സായിട്ടുള്ള അമ്മമാരൊക്കെ പാടണ പോലെ. ചോളി കെ പീച്ചെ ക്യാ ഹേ, ചോളി കെ അന്തർ ക്യാ ഹേ. എനിക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല കേട്ടോ. പിന്നീട് ഞാൻ ചോദിച്ചപ്പോഴും മനസ്സിലായി ഇതൊരു അത്ര നല്ല വാക്കൊന്നല്ല എന്ന്. പ്രഭാതം പൊട്ടി വിരിയാൻ നിൽക്കുകയാണ്. സൂര്യേട്ടനെ കാണാനില്ല. പൊട്ടി വിരിയാന്ന് പറയുമ്പോൾ മറ്റോണല്ല കേട്ടോ. ഓ ഓ ടും ടും ടും, ഓ ടും ടും ടും. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു,
നിന്നുകൾ തിരഞ്ഞു ഞാൻ വിനഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുണ്ടീശ്വരൻ. അവസാന നിമിഷം ഞാൻ അറിഞ്ഞു, എൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൈവമെന്ന്. ദൈവമേ, നമ്മളീ കാണുന്നത് ഞാനൊരു ഗാനം ഒന്ന് സിംഗിങ് ചെയ്തതാണ്, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഇത് താമരയുടെ ഒരു മുട്ടിന് കേട്ടോ, അത് കാണാനില്ലേ താമരയുടെ മുട്ട്. നമ്മൾ പറയില്ലേ താമരയുടെ മുട്ട് പറിക്കരുത് എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ അത് ചിലപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിലാണ് അത് ആയിട്ട് വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ താമരയുടെ മുട്ട് പറിക്കാൻ പാടില്ല. സൂര്യൻ ഉദിച്ചു വരുന്നതിനനുസരിച്ചാണ് താമര, നമ്മളന്ന് സൂര്യകാന്തിയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ മുട്ടുകൾ മാത്രമാണ്. ഇപ്പോൾ ഒരു പൂവ് കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ എല്ലാവർക്കും ഒരു താല്പര്യം വരുന്നൊരു കാലമാണ് അന്നും ഇന്നൊക്കെ. എന്നിട്ടും ഒരു കുട്ടികളും പൂ പറിക്കാതിരുന്നിട്ടില്ല. നമ്മുടെ മമ്മൂട്ടിയുടെ പടത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ പിന്നെയും കുട്ടികൾ പൂവ് പൊട്ടിച്ചിട്ടുണ്ട്, അടി കെട്ടിയിട്ടുണ്ട്. ഒരു പ്രത്യേക അടിപൊളി പടമായിരുന്നു കേട്ടോ അത്. ഇതാണ് ഈ താമര എന്ന് പറഞ്ഞാൽ. അതിൻ്റെ എല്ലാവരുടെ പ്രത്യേകത അതിൽ വെള്ളം നിൽക്കില്ലോ. ഇത് ഒരു കഥ എനിക്ക് ഓർമ്മ വരും. ഇത് കണ്ടിട്ട് ആടണ്ട കണ്ണഞ്ചേമ്പേ ഇതിനൊരു നായര് വരവുണ്ട് എന്ന് പറയും. അത് ഈ പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആടണ്ട കണ്ണഞ്ചേമ്പേ ഇതിനൊരു മാപ്പിള വരവുണ്ട് നമ്മൾ മാറ്റി പറയും, മണി പറയണ പോലെ. അപ്പോൾ ഞണ്ടിനി കുട്ടിക്ക് ഇത് ഇഷ്ടമില്ലല്ലേ താമര? ഇല്ല, ഞാനേ അവളിനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ലന്തൊട്ട് പിന്നെ നോക്കണേ. നന്ദിനി കുട്ടിക്ക് ഇത് ഇഷ്ടമായില്ല തോന്നണ താമര. ഇനി ഞാൻ പറഞ്ഞ താമരയുടെ അടുത്തേക്കാണ് നമ്മൾ പോണേട്ടോ. ഇത് പിടിച്ചിട്ട് മണി വരുന്ന രംഗണ് നമ്മൾ നോക്കണം. ഞാൻ അവിടെ കെട്ടിമറിഞ്ഞ് വീഴാവോ? വലിയ വലിയ പോസൊക്കെ ഇട്ട് നിറക്കുന്നുണ്ട്. കെട്ടിമറിഞ്ഞ് വീണ് കഴിഞ്ഞ് വീട്ടിലൊരാളില്ലേ. ഇപ്പം നമ്മൾ കാണുന്നത് അടിപൊളി ഒരു താമര പൂവിന് കേട്ടോ. അതെനിക്ക് പൊട്ടിക്കാവുന്ന അത്ര അടുത്തന്നെ നിൽക്കണം. എന്തൊരു ദൈവാനുഗ്രഹമുള്ള ഒരു മഞ്ഞത്തവള ചാടിപ്പോയി. ഇത് എത്ര അടുത്താണ്, എന്നിട്ട് ഞാൻ അത് പൊട്ടിച്ചില്ല കേട്ടോ. കാരണം അത് നിൽക്കുമ്പോൾ ഉള്ള ഭംഗിയുണ്ടല്ലോ, അത് വേറെ ഒരു സ്ഥലത്തും പോയി ഞാൻ കിട്ടില്ല. ആ പൂവ് പക്ഷെ പാടത്തായ കാരണം പൊട്ടിക്കുന്നോണ്ട് വിരോധമില്ല. അവരവിടെ അത് എടുക്കണാരണേ ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് കണ്ടോളോ. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കൊരു മോശമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കരുതിട്ടാ. ഇത് നമ്മുടെ ഒരു സ്വഭാവമായി, ഇത് മാറ്റാൻ പറ്റില്ല. എന്തായാലും 40-48 വയസ്സായി. ഇനിയിപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സുഖമില്ല. ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് നീ മിണ്ടരുത് മുറിക്കരുത് എന്നൊക്കെ പറയും. നമുക്ക് പറ്റണ പോലെ നമ്മൾ മുറിക്കുക, അല്ലാണ്ട് വേറെ ഇപ്പം എന്തൊരു തേങ്ങ. അപ്പം അവിടെയും ഈ നമുക്ക് കുറച്ചും കൂടിയും അമ്പലങ്ങൾ കാണാം. അപ്പം നമുക്ക് ആധികാരികമായിട്ട് പറയാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ താമര. ഇതിൻ്റെ പലതരം വേർഷനുകളില്ല, ഒരു വേർഷനുള്ളൂ. വൈറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം വൈറ്റ് തന്നെ അതാണ് ശരിക്കും താമരയുടെ ശരിക്കുള്ള രൂപം വൈറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അമ്പലത്തിലേക്കൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. അമ്പലം എന്തെന്ന് പറയുക, അമ്പലത്തിൽ ഈ പൂജയ്ക്കൊക്കെ ഈ പുഷ്പമാണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ പല വേർഷൻ എന്ന് പറയുമ്പോൾ എന്നിട്ട് ഹിന്ദിക്കാരൊക്കെ ജോലിക്ക് ഇറങ്ങി തുടങ്ങി. അവർ നേരത്തെ പറഞ്ഞ പാട്ട് ഞാറ്റുപാട്ട് പാടുണ്ട്. നമ്മുടെ അമ്മമാരൊക്കെയാണ് അതും പാടാറ്. പുഞ്ചവയിൽ തുരയുണിക്കിന് തോറ്റൻ പാട്ട് പാടണ മണ്ണിൻ്റെ മക്കളുടെ പാട്ട്. ആ പാട്ടിന് പകരാണ് ഇപ്പോൾ ഒരു മറ്റേ പാട്ട് പാടണം. ചോളിക്ക് പീച്ചയ്ക്കാ ഹേ ടും ടും ടും
ചോളിക്ക് അന്തർ ക്യാ ഹേ ടും ടും ടും. ഈ സമയം കൊണ്ട് നമ്മുടെ സൂര്യ അവിടെ നിന്ന് ഒരു വരവ് വരുന്നുണ്ട്. ആളിന്നൊരു ജാതി കെട്ടിയിട്ട് വരണേ കണ്ടോ. ഞാൻ അങ്ങനെ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയ ഡോളർ മേടിക്കേണ്ടതാണ്. ആ ഡോളർ മേടിക്കുമ്പോൾ ആർക്കെങ്കിലൊക്കെ നമുക്ക് സഹായങ്ങൾ ചെയ്യാം. ഞാൻ ഗോഡ്സം വണ്ടിയായിട്ട് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ, അമ്മാവന്മാർക്കൊക്കെ. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ പൂക്കൾ ഇവിടുന്ന് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരില്ല. അവിടം വരെ, അതായത് ഒരു 10 ഏക്കറ, ശരിക്കും ചാല അളക്കാണെങ്കിൽ ഒരു 10 ഏക്കറോളം ഭാഗത്ത് ഈ താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാണ്ടല്ലോ. കാലത്തും വൈകിട്ടും എന്തെന്ന് പറയാ, നമ്മുടെ സ്കൂളൊക്കെ പൂട്ടി ശനി ഞായറൊക്കെ കൂടെ തിക്കും തിരക്കും ബഹളമാണ്. കച്ചവടക്കാരുടെ കളിയാണ്. ബലൂൺകാരൊക്കെ വരും ഇവിടെ. അപ്പോൾ നിങ്ങൾ ശനി ഞായറായി കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുക. പക്ഷെ പൂ പറിക്കുമ്പോൾ ചോദിച്ചിട്ട് പറിച്ചോളൂ. എന്നെ ഒന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. സോളമ്മ എങ്ങനെയാണ് പൂ പറിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നിങ്ങളിത് ഇറങ്ങിയിട്ട് കെട്ടിമറിഞ്ഞ് വീണിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും കിട്ടിയത് കൊട്ടയിലാക്കാന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തായാലും 2 കൊണ്ടുവന്ന് പോകുള്ളൂ.